എന്താ ഇത്? തല ഒത്തിരി ചൂടാവുന്നുണ്ട്. ഞാൻ ആശയോട് ചോദിച്ചു, സേതുവേട്ടൻ തലയിൽ എണ്ണയെ തേക്കാറില്ലെന്ന്. ഇനി അങ്ങനെ പറ്റില്ല. എനിക്ക് എന്നെ വെച്ചാൽ നീരിളകും കൊച്ചേ. സേതുവേട്ടന് ശരീരം നോക്കണമെന്ന് ഒരു വിചാരമില്ല. രാവിലെ എണീറ്റ് 1 മണിക്കൂർ നടന്നാലെന്താ? ഈ പിളുന്ന തടിയൊക്കെ 1 മാസം കൊണ്ട് മാറി കിട്ടും. എനിക്ക് കുറെ കണക്ക് നോക്കാനുണ്ട്, നീ പോയെ. കുറച്ചു ദിവസമൊക്കെ ഈ കണക്കൊക്കെ ഒന്ന് മാറ്റി വെക്കും സേതുവേട്ടാ. സേതുവേട്ടന്റെ തലയിൽ എപ്പോഴും ഈ ഫാക്ടറി മാത്രമേ ഉള്ളോ? എനിക്കിപ്പോ അത്രേ ഉള്ളൂ. നീ പോയ സുലു. അപ്പോ ഞാനില്ലേ? നീ എന്റെ ഹൃദയത്തിനകത്തല്ലേ. ഇപ്പൊ ചോദിച്ചാ മാത്രം ഇങ്ങനെയൊക്കെ പറയൂന്നായിട്ടുണ്ട്. പണ്ടൊക്കെ നീ പോയി വെള്ളം ചൂടായ നോക്കി. അതൊക്കെ ചൂടായി കഴിഞ്ഞു. എന്നാ പോയി കുളിക്കേ. ആദ്യം മുതലുള്ള എന്റെ ഒരു ആഗ്രഹം പറയട്ടെ സേതുവേട്ടാ. ഒരുപാട് വലുതാണെങ്കിൽ പറയണ്ട. അത്ര വലുതൊന്നുമല്ല. എന്നാ പറ. ഒരു ഹണിമൂൺ ട്രിപ്പ് ഊട്ടിയിലേക്ക്. ഊട്ടിയാ? നടക്കില്ല. ഒന്നാമത് എനിക്ക് സമയമില്ല. രണ്ടാമത് പിന്നെ ഊട്ടി ഭയങ്കര തണുപ്പാണ്. ഐസ് മഴ വീണ് വീണ് മരവിച്ച് നമ്മൾ ചത്തുപോകും. ആര് പറഞ്ഞു? എന്നിട്ടാണോ ആൾക്കാർ ഊട്ടി ഊട്ടി എന്ന് പറഞ്ഞ് പരക്കം പായുന്നേ? ഹണിമൂണ് പോകാൻ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അയ്യോ, അതൊന്നും അല്ല. ഇപ്പൊ ബുദ്ധിമുട്ടാ സുലു. സേതുവേട്ടന് ഓർമ്മയുണ്ടോ മുമ്പ് എനിക്ക് എഴുതിയത്? എന്താന്ന് എഴുതി? വിവാഹം കഴിഞ്ഞാലുടൻ 2 ആഴ്ചത്തെ ഹണിമൂൺ. ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരറ്റത്തേക്കോ നമ്മൾ യാത്ര തിരിക്കും. നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന സ്നേഹസമ്പന്നനായ ഭർത്താവായിരിക്കും ഞാൻ. ഇല്ലെന്നോ? ഞാൻ കാണിച്ചു തരാം. എന്താ കാണിക്കാൻ പോവാ? ഇത് വായിച്ചോ. എന്റെ മോളെ, നിന്നെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ യുഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാത്രി ഏറെ വൈകിയിരിക്കുന്നു. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്റെ രൂപം മാത്രം. ഈ ഭാഗം വായിച്ചോക്ക്. വിവാഹം കഴിഞ്ഞാലുടൻ 2 ആഴ്ചത്തെ ഹണിമൂൺ ഊട്ടിയിലേക്ക്. മതി മതി. അതെ, ഞാൻ വേറെന്തോ ആലോചിച്ചോണ്ടിരുന്നപ്പോ അങ്ങനെ എഴുതി പോയതായിരിക്കും. ഇതെന്തോന്ന്? എല്ലാം സേതുവേട്ടൻ എനിക്ക് അയച്ച കത്തുകളാ. അതിനെയും കെട്ടിക്കൊണ്ട് നടക്കുന്ന എന്തിനാ? അപ്പൊ ഞാൻ സേതുവേട്ടൻ അയച്ച കത്തുകളൊക്കെ കീറി കളഞ്ഞു? ഇല്ല, അതിവിടുത്തെ പശു തിന്ന് കളഞ്ഞു. അയ്യോ, അപ്പൊ ഊട്ടി? എന്റെ ഈ ഒരു ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ സേതുവേട്ടാ. ഊട്ടിക്ക് ഊട്ടി പോ. താങ്ക്സ് സേതുവേട്ടാ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. അമ്മാവനെ ഐസിയുന്ന് വാർഡിലോട്ട് മാറ്റി. ഇപ്പോ അപകടഘട്ടം തരണം ചെയ്തു എന്ന് പറയാം. പിന്നെ ആസ്മയ്ക്ക് ബെസ്റ്റ് ഒരു പരിപാടി ഉണ്ടത്രേ. അലോപ്പതി ഡോക്ടേഴ്സ് എന്നാ പറയുന്നത്? ഹൈദരാബാദിൽ പോയിട്ട് മീൻ വിഴുങ്ങാൻ മതിയെന്ന്. ഒരു പ്രത്യേക ദിവസം അന്ന് വേണം നമ്മൾ മീൻ വിഴുങ്ങാൻ വേണ്ടി ഹൈദരാബാദിന് പോകേണ്ടത്. എന്തൊക്കെയോ ചില പ്രത്യേക സിദ്ധികളുള്ള ഒരു കുടുംബത്തിന്റെ ഏർപ്പാടാണത്രേ. കേട്ടപ്പോ കൊള്ളാൻ തോന്നി. ഒറ്റയടിക്ക് മാറി അമ്മാവൻ രക്ഷപ്പെട്ടില്ലേ. എങ്ങനെയുണ്ട് സേതു? കുഴപ്പമൊന്നുമില്ല ചാ. 2-3 ദിവസം കൂടെ കിടക്കേണ്ടി വരും. ഓ, ദൈവം കാത്തു. ബഹളത്തിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയി. എങ്ങനെയുണ്ടായിരുന്നു മോളെ ഊട്ടി യാത്ര? അത് ഭയങ്കര രസമായിരുന്നു അച്ഛാ. അവിടുത്തെ താമസമായിരുന്നു ഏറ്റവും രസം, അല്ലേ ഏട്ടാ? ഓരോരുത്തർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം വിശാലമായ മുറികൾ, പിന്നെ പ്രത്യേകം പ്രത്യേകം വാഹനത്തിലുള്ള യാത്ര. ഊട്ടിയിൽ ഇനി കാണാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ആണോ? മനസ്സും കിട്ടാൻ ഇതുപോലുള്ള യാത്ര എപ്പോഴും നല്ലതാ. ഇനി അടുത്തെങ്ങാനും വല്ലയിടത്ത് പോവാൻ പരിപാടി ഉണ്ടോ? ഇനി ഞങ്ങൾ ഹൈദരാബാദിൽ പോകുന്നുണ്ട്, അല്ലേ ഏട്ടാ? മീൻ വിഴുങ്ങാൻ. അല്ല അച്ഛാ, അത് ഈ ആസ്മയുടെ ചികിത്സയ്ക്ക് അമ്മാവനെയും കൊണ്ട് ഹൈദരാബാദിൽ പോകുന്ന കാര്യം പറഞ്ഞ. മീൻ വിഴുങ്ങി ചികിത്സ വളരെ എഫക്റ്റീവ് ആണ് അത്രേ. സേതു ബാ. ആശയ്ക്ക് തരക്കേടില്ലാത്തൊരു ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കൻ എൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റാ, സ്കൂൾ മാസ്റ്റർ. കുടുംബപരമായി വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, സൽസ്വഭാവിയാണ്. നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാതെ പറ്റില്ല. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അവളുടെ കല്യാണം വല്ലവിധേനയും ഒന്ന് നടന്നു കണ്ടാൽ മതി. അത്രേ ഉള്ളൂ ആഗ്രഹം. നമുക്ക് നടത്താം അച്ഛാ. ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം. എന്ത് ധൈര്യത്തിലെ ഈ ഇഷ്ടം തോന്നിയെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ. എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്.
ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല. എന്തായി? എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ. നാളെ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവന്റെ അമ്മൂമ്മയ്ക്ക് വായ്ക്കിലിടാൻ ചോറോ ചായയോ ബിരിയാണി എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു വെക്ക്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോ ഉരുട്ടി ഉരുട്ടി വിഴുകട്ടെ. അതിനുള്ള കാശ് എന്നാ പണയം വെക്ക. തുടക്കി സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ദേ ഈ പരിപാടി, ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. വലിയേട്ടൻ നേരത്തെ ഇങ്ങി പോകുന്നല്ലേ? നിന്നെ കണ്ടില്ല. വയറിംഗ് ചെക്ക് ചെയ്യാൻ നാളെ ചിലപ്പോ എഞ്ചിനീയർ വരും. വല്യേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എഞ്ചിനീയർക്ക് അറിയില്ലല്ലോ. അതറിയാത്തതാണ് എന്റെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് വല്യേട്ടൻ നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട. ഏയ്, ഞാനൊരു കുഴപ്പമുണ്ടാക്കില്ല. എന്നാലും വരണ്ട. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ. അതെ, അതാണ് എന്റെ ആഗ്രഹം. സേതുട്ടെ പോ. ഞാനിപ്പോ വന്നേ ഉള്ളൂ. അറിഞ്ഞോ? ആ. എന്റെ ഫ്രണ്ട് ഇല്ലേ ശ്യാമ, ആ. അടുത്ത ആഴ്ച അവളുടെ കല്യാണ. ആ. ഇൻവിറ്റേഷൻ ഉണ്ട്. പ്രത്യേകം കത്ത് വെച്ചോള്. നമ്മള് രണ്ടാളും എന്തായാലും ചെല്ലണം. അതിനെന്താ? വാച്ച് എവിടെ? ഓ, വാച്ച് നന്നാക്കാൻ കൊടുത്തു. സമയം അറിയാനേ, 1:57. ഊണ് കഴിക്കാം. ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യേ, ഇതാണ് സാമ്പാർ. നന്നായിട്ടുണ്ടല്ലോ. ആ, ചേട്ടത്തെ എങ്ങനല്ലേ പറയൂ. പ്രധാനമായി ഇതിൽ പരിപ്പ് വന്നിട്ടില്ല. നോക്ക് സുലു, സാമ്പാർ ഉണ്ടാക്കുമ്പോ കുറച്ച് ഉലുവ അല്ലേ, കുറച്ച് ജീരകം, രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം. എന്റെ പൊന്നിയിടത്തി, ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ, നമ്മൾ ജീവിതം മറുത്തു. ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഊണ് കഴിക്കാൻ സാമ്പാറില്ലാതെ. സേതുട്ടാ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു. എന്ത് പറ്റി? എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തിൽ പറയായിരുന്നില്ലേ സാമ്പാർ മോശമായിരുന്നു എന്ന്? അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഒന്നുമല്ല. പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ. പണ്ടൊരു വിഷു ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിനെ എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു. ഓർമ്മയുണ്ടാവില്ല. ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല. പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിന് അഭിനന്ദിച്ച് എഴുതിയിരുന്നു. കത്തില് സാമ്പാറിനെ പറ്റി എഴുതാ? വാ, കാണിച്ചു തരാം. വേടാ. സുലു, ഞാൻ ചിലപ്പോ എഴുതിയിട്ടുണ്ടാവാം. എഴുത്ത് മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഞാൻ തൊടുന്ന പൊട്ട്, ഞാൻ എടുക്കാറുള്ള ഉടുപ്പ്, എന്റെ കയ്യിലെ കുപ്പിവളകൾ, എല്ലാം എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചേർച്ചയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ആര് പറഞ്ഞു ഇപ്പൊ പറയില്ലെന്ന്? ഇപ്പൊ ആണേലും പറയാം. ആഹാ, എന്ത് നല്ല പൊട്ട്, എന്ത് നല്ല സാരി, എന്ത് നല്ല വളകൾ, ഇതെല്ലാം എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച. മതി, ഇതിന് പേര് പരിഹാസം എന്നാ. സർ, വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. എന്റെ ഐശ്വര്യങ്ങളെല്ലാം സാറിന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും. ഒരു മിനിറ്റ്. താൻ ആ ഫയലിൽ നിന്ന് ഇയാൾ അപ്ലിക്കേഷൻ ഫോം എടുത്തേ. ബിരിയാണിയും ചോറും ഒക്കെ വാങ്ങിച്ചാ? ഓ, വാങ്ങിച്ചു. കുപ്പി വാങ്ങിച്ച? കുപ്പി വാങ്ങിച്ചു. പക്ഷേ എന്ത് പക്ഷേ? എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി. ചേട്ടനാ? എവിടെ? അകത്തുണ്ട്. അതെന്ത് ചെയ്യുന്നു? അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ്. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നത് അയാളെ തകരാറാക്കൂ? ആവാൻ സാധ്യതയുണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാം? ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അത്? അത് പറയടാ. അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ. എന്താണ് പറഞ്ഞേ? സാർ, അതല്ല സാർ, അതല്ല. അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവന്റെ അമ്മയുടെ, അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു. അല്ലാതെ സയ്യേ സാറിന്റെ അല്ല. അയ്യേ, ഇന്നെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വന്ന് ഇൻസ്പെക്ഷൻ വേണ്ട നടത്താം. വേണ്ട, ആ പണി ഇന്ന് തന്നെ തീർത്ത് കളയാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം ഡയഗ്രാം എവിടെ? ഡയഗ്രാം അവിടെ ഉണ്ട്. എവിടെ? അവിടെ സാർ, അവിടെ ഉണ്ട് സാർ.
ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല, നിനക്കറിയാവടാ? അത് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? വഴിപോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്, അതിലേ വെക്കുള്ളൂ, അതിലേ വെക്കുള്ളൂ. സാർ വലത്തുകാല് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്തുകാല് വെച്ച്. ISI മാർക്ക് എവിടെ? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കട, അപ്പൊ കാണും മാർക്ക്. ആ, അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ഏതാ? കേബിൾ- ആർമിയുടെ അല്ലേ? അതെ സാർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് ഞാൻ ഇതിന്റെ അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇത് ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ലേ? ഇയാൾ ആരാ? സാർ ഒരു വഴിപോക്കാണ് സാർ. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അതെന്റെ കുറ്റമല്ല സാർ. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ? രണ്ടിലും. സാർ ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. സാർ അത് ഞാൻ പ്ലീസ് ഒന്ന് പറയാം സാർ. അതായത് സാർ ഞാൻ നിക്ക് 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 നിക്ക്. മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ ഇരിടാ. ചേട്ടാ, ചേട്ടാ. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക ഇവരുടെ സ്ഥിരം പണി. വഴിന് മാറണോ? ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ചേട്ടാ. ഒപ്പിടുற പട്ടി. ഞാൻ എന്താ പറയാം. പറഞ്ഞേ? ഒപ്പിടുற പട്ടി, ചേട്ടാ. തെണ്ടി നായിന്റെ മോനെ. ചേട്ടാ. നിന്നെ എങ്ങനെയുണ്ട്? അവൻ പട്ടി. കേശവൻകുട്ടി, വണ്ടി എടുക്കടാ. വേഗം എടുക്കടാ വണ്ടി. സാറേ, നിന്നെ വേറൊരു കാര്യം പറയാനാ. നീ ഫാക്ടറി തുടങ്ങിയില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ലടാ. നീ പോടാ പട്ടി, കള്ളുടിയാ. കള്ളുടിയ നിന്റെ അച്ഛൻ. പോടാ. ഒറ്റയടിക്ക് അവന്റെ വായേന്ന് മുലപ്പാല് വരുന്നത് നീ കണ്ട? ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല. പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു? ഡാസ് ചെയ്തു, നീ കണ്ട? ഡാസ് ചെയ്തു. കൊല്ലണോ, കൊല്ലണോ എന്നെ? എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തിൽ കലക്കി കുടിക്കണോ? നീ എന്നെ ഇടാന്ന് വിളിച്ചു അല്ലേടാ? കാണിച്ച തെണ്ടിത്തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത്. എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിയിട്ടല്ല കണ്ടവനോടുള്ള പക തീർക്കേണ്ടത്. എന്റെ ചോറി മണ്ണ് വാരിയിടാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഒരടി കൊടുത്ത അവൻ ഒപ്പിടുന്നു കരുതി ഓടുന്ന് വിചാരിച്ചില്ലേ? ഇനിയിപ്പോ നമുക്ക് ഈ ബിസ്ക്കറ്റ് കമ്പനി നിർത്തി വല്ല മീൻ കച്ചവടത്തിനും പോകാൻ മുതലാളി. പിടിക്കടോ അമീശക്കാരനെ. എന്താ അളിയ കാര്യം? ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറെ വധിക്കാൻ ശ്രമിച്ചു എന്ന് അയാളുടെ പേര് ഒരു കംപ്ലൈന്റ് ഉണ്ട്. വധിക്കാനൊന്നും ശ്രമിച്ചില്ല. തല്ലിയില്ലേ? തല്ലി. അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ? അതിനെയാണ് വധശ്രമം എന്ന് പറയുന്നത്. എന്ത് അളിയ ഇത്? കാക്കീട്ടാ പിന്നെ അളിയനും ഇല്ല, അച്ഛനും ഇല്ല. അയാളെവിടെ? ഇതൊക്കെ ഒരു വിരട്ട് മാത്രമാണ്, ശമ്പളം വായിക്കണ്ടേ? നമ്മുടെ പഴയ എഞ്ചിനീയർ ഇല്ലേ അയാള്? ആക്ച്വലി എന്താണ് ഉണ്ടായത്? ഗംഗമായി ഇനി ഒരു കത്തിക്കുത്തും കൊലപാതകവും കൂടെ നടന്നു കിട്ടിയാൽ ഊച്ചാളിക്കുറുപ്പ് കലക്കും. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂല എന്നൊരു ചൊല്ലുണ്ട്. പോലീസുകാർ ഇടി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാ മതിയായിരുന്നു ഭഗവാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ എവിടെ നിർത്തിയ കുഴപ്പമുണ്ടാക്കും. അച്ഛനത് ഇങ്ങോട്ട് പറ. ദേ നിൽക്കുന്നു റെക്കമെൻഡ് ചെയ്ത ആള്. എങ്ങനെയെങ്കിലും നന്നായി പോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ. അല്ല, നിനക്ക് ആ സുഗതനോട് പറഞ്ഞ കേസൊന്ന് ഒതുക്കി തീർത്തൂടെ? അളിയനും വലിയ സ്നേഹമായതുകൊണ്ട് പറഞ്ഞ ഉടനെ ഞാൻ കേൾക്കും. ഞാൻ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും എന്നോട് കാണിച്ചില്ല. പിന്നെ അതയാള് ദേഷ്യം തീർത്ത് തന്നെയാ. ആണെങ്കിൽ കണക്കായി പോയി. വെല്ലേട്ടിന്റെ കയ്യിലിരിപ്പേ ഇത്തിരി നന്നാവണം. ചേച്ചി മതി മതി. എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? എല്ലാ പാർട്ടികളും എത്തിയോ? എടാ സുഗത, നീ അവനെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ചോ? അങ്ങനെ വേണ്ടി വന്നില്ല. കുറുപ്പ് സാർ പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ചു. അവര് കയറി ഒന്ന് മേഞ്ഞു. അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോന്ന് എനിക്കൊരു സംശയം. എടാ ദ്രോഹി, അവൻ ഒന്നുമില്ലെങ്കിൽ നിന്റെ അളിയനില്ല. അത് ഈ മുരിക്കും പറ്റില്ല തിണ്ണേല്. കേസ് ഇവിടെ നിൽക്കുന്ന ലക്ഷണമില്ല. കൊലപാതക ശ്രമമാണ്. ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക കൊണ്ടേ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് നിന്റെ പേരിലുണ്ട് കേസ്. അയ്യോ ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഞാൻ വിടാം. പക്ഷെ മിനിമം 6 വർഷം അവൻ അകത്ത് കിടക്കും. അത് കണ്ടിട്ട് വേണം എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. സുഗത, വീട്ടിലെ വൈരാഗ്യം
പുറത്ത് കാണിക്കരുത്. അത് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മാവ. താൻ ആരാ? ഹരിചന്ദ്രൻ? അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടർ. താൻ വലിയ വർത്തമാനൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. എടി രേണു, നീ എന്ത് പൂരം കാണാനാ നിൽക്കുന്നത്? മനുഷ്യന് വിശക്കുന്ന വല്ല നക്കാൻ വളമ്പി എടി. അളിയന്റെ ഇങ്ങോട്ടോടി. പോടാ. ഞാനൊന്നുകൂടെ പറഞ്ഞു നോക്കാം. അളിയാ, അളിയാ, എടേ കുറച്ച് വെള്ളം തിളപ്പിക്കേ. കൈക്കൊക്കെ വല്ലാത്ത കഴപ്പം, ചൂട് പിടിക്കണം. ഈ കൈ കൊണ്ടുവന്നോ ഒത്തിരി പണിഞ്ഞതാ. എന്താ സംഗതി വെറുതെ വഷളാക്കരുത്. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ? ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം. മറ്റൊന്നും വേണ്ട, ജാമ്യം. കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലല്ലോ. തെളിവ് ഞങ്ങൾ ഉണ്ടാക്കുവളിയാ. നീ പോ. ഉപദ്രവിക്കരുത്. ഒന്നിങ്ങി വന്നേ, നീ വന്നേ. അത് അളിയനും എന്നുള്ളത് നമുക്ക് വിടാം. മറ്റൊന്നും വിചാരിക്കരുത്. അളിയന് പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. 600 രൂപ കാണും. അതും നിനക്ക് ഡൗട്ടാ? 600 രൂപ നാണമില്ലല്ലോടാ നിനക്ക്? നാണവും മാനവും ഒക്കെ വിറ്റതിന്റെ ബാക്കിയാ. എനിക്ക് നിന്റെ ഈ നക്കാപ്പിച്ചൊന്നും വേണ്ട. ഇങ്ങനെ വല്ലതും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം ഇങ്ങ് എഴുതി തരാൻ പറ. അളിയ, അത് ആശയ്ക്കുള്ളതല്ലേ? വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു സൗകര്യം ഉണ്ടേ ചെയ്. ഇല്ലേ അകത്ത് കിടക്കട്ടെ. വെള്ളം തിളച്ചോടി. അച്ഛൻ എന്നെ വിളിച്ചോ? ഞാൻ അവളോട് പറഞ്ഞു. എന്നോട് വന്ന് കരഞ്ഞിട്ടിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? ചേച്ചി, ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ കൂടെ ചേട്ടനല്ലേ? ഞാൻ പ്രേമനെ വിട്ടിട്ടുണ്ട്. ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി അവൻ കാണും. രണ്ടു ദിവസത്തിനകം അവരാശയെ കാണാൻ വരും. പെണ്ണിന്റെ മൂത്ത ചേട്ടൻ ലാക്കപ്പിൽ കിടക്കുന്നു എന്നറിഞ്ഞാൽ എന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. അച്ഛാ, അതിനിപ്പോ ഒന്നും ആയില്ലല്ലോ. ആശയുടെ കാര്യം എനിക്ക് വിട്ടേക്കൂ. മുതലാളി, ദേ പ്രേമം വന്നു. ഞാനിപ്പോ വരാം. എന്തായി? മൂസക്കുട്ടി ആ ജെസ്സിയോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങേര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് കാണണം. മുതലാളി വന്നാട്ടെ. പറ്റില്ല, ഇപ്പൊ തന്നെ നമുക്ക് ജാമ്യം എടുക്കാം. സുലി ചേച്ചി, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇന്നല്ലേ ചേച്ചിയുടെ ബർത്ത്ഡേ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞാൻ ഓർത്തു വെച്ചിരുന്നു. നീ ഓർത്തു, പക്ഷെ ഓർക്കേണ്ടവർ ഓർത്തില്ലല്ലോ. സാർ, എസ് ഐ സാർ. ഞാൻ കുറച്ചു നേരം എവിടെയാണ്? സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തീപ്പെട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി. ഞാൻ ഇനിയും കുടിക്കും. പക്ഷേ താനൊരു കമ്പനി തരുന്നില്ലല്ലോ. അയ്യോ, സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ. ഐസ്ക്രീം സാർ, ഐസ്ക്രീം. ഓ, എടോ, പോലീസുകാര് മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാതാ. അയ്യോ, പോലീസുകാർക്ക് ഏറ്റവും കൂടുതലുള്ളത് മനസാക്ഷിയാണ്. എങ്കിൽ നമുക്ക് പോവാം. തന്റെ ചേട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാ മതി, ഞാൻ രക്ഷിക്കും. കൊലക്കുറ്റമാണേലും ഞാൻ രക്ഷിക്കും. കാരണം തന്നെ എനിക്ക് വലിയ ഇഷ്ടമാ.
പിടിച്ചോ. ഉറങ്ങിയില്ല ഇതുവരെ? വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ച് ഭക്ഷണം കഴിച്ച് മേലെ പോയാ പോരെ? അയ്യോ, ഞാൻ ഭക്ഷണം കഴിച്ചു. എന്തേ, സുലൊന്നും കഴിച്ചില്ല? ഞാൻ കാത്തിരിക്കുന്ന സേതുവേട്ടന് അറിയാമായിരുന്നിട്ടും ഇന്ന് എങ്ങനെ വേണ്ടി വന്നു? ശരി, ഞാൻ കൂട്ടിരിക്കാം. സുലു വന്ന് കഴിക്കേ. വേണ്ട സേതുവേട്ട, എന്റെ വയറ് നിറഞ്ഞു. നീ ഇങ്ങനെ തുടങ്ങിയല്ലോ സുലു. വന്നേ, ഞാൻ വിളമ്പി തരാം. വരാൻ വാ. ഇരിക്കേ, ഇരിക്കേ. ഞാൻ വിളമ്പി തരാം. വേണ്ട, ഇങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിച്ചിരുന്നത്. എങ്ങനെയൊന്നുമല്ല. ഏട്ടനെല്ലാം മറന്നോ? എല്ലാന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത്? കാലത്ത് ഞാൻ വിളിച്ചിട്ട് സേതുവേട്ടൻ എന്നെ മൈൻഡ് ചെയ്തില്ല. നിനക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയില്ലേ സുലു? ഉവ്വ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് എന്റെ കുറ്റം. ഏട്ടന് അറിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി? ഇല്ല. ഈ ദിവസത്തിന്റെ ഭയങ്കര പ്രത്യേകത ഒന്ന് പറ. മറന്നാളെ ഞാൻ എന്തിനെ ഓർമ്മിപ്പിക്കണം? നീ ഒരുമാതിരി വക്കീലന്മാരെ പോലെ സംസാരിക്കരുത് കേട്ടോ. ഇന്നെന്താ ഓർമ്മ വന്നു. ഇന്ന് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അല്ലേ? അല്ല, ഇന്ന് ഇവിടുത്തെ തെങ്ങിന് കുഴി വെട്ടിയ ദിവസം. എന്നെ കൂടെ കുഴിയിട്ടൊക്കെ മൂട്. ഇതിലും ഭേദം അതാ. സേതുവേട്ടൻ ജനിച്ചന്ന് മുതലുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്റെ മനസ്സിനകത്ത്. പണ്ടൊക്കെ സേതുവേട്ടനും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ കാര്യങ്ങൾ എന്നെക്കാൾ ഓർമ്മിച്ചിരുന്നത് സേതുവേട്ടനായിരുന്നില്ലേ? ഇവിടെ ഇപ്പൊ എന്തുണ്ടായെന്നാ നീ പറയുന്നത്? എനിക്ക് നല്ല വിഷമമുണ്ട് സേതുവേട്ട. സാധാരണ രാത്രിയിലെങ്കിലും ഒരുമിച്ചിരുന്ന് വല്ലതും കഴിക്കുന്നതാ. ഇന്നെന്റെ പിറന്നാളാന്ന് ഓർമ്മിച്ചതുമില്ല. പുറത്തുനിന്ന് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു. ഇത് അവസാനത്തെ പിറന്നാളൊന്നുമല്ലല്ലോ, അടുത്തതിനെ ഓർമ്മിക്കാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല, മനസ്സിലാവുകയില്ല. അത് നിന്റെ കുഴപ്പമല്ല, പെണ്ണെന്ന് പറയുന്ന ജാതിയുടെ കുഴപ്പ. പുറത്ത് വെച്ച് ആകാശം ഇടിഞ്ഞ് തല വീണാലും സഹിക്കാം. പക്ഷെ വീട്ടിൽ വന്ന് കയറുമ്പോ മോന്തം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ, ഞാൻ വേണ്ട, അതും നിനക്ക് മനസ്സിലാവില്ല.